സർ, ഇലോൺ മസ്ക് ജർമ്മനിയിലെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നു. അങ്ങനെ ഒരു പരാതി ജർമ്മനിയിലെ ഭരണകക്ഷിക്ക് തന്നെയുണ്ട്. സാർ ശ്രദ്ധിച്ചിരുന്നു? ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം ടെസ്ലയുടെ CEO ആണ് എലൺ മസ്ക്. ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തുമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ വലിയ പത്രമായിട്ടുള്ള വെൽറ്റാം സൊൻടാഗിൽ അവർ ഈ ഓപ്പൺ എഡിറ്റ് പേജ് ഉണ്ടല്ലോ, അതിലൊരു ലേഖനം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അത് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലെ പ്രതിപക്ഷ കക്ഷി, തീവ്ര വലതുപക്ഷ കക്ഷി AfD, ആ AfD ആണ് ഇനി ജർമ്മനിയെ ഭരിക്കാൻ പോകുന്ന വലിയ കക്ഷി. പ്രതിപക്ഷ കക്ഷിയാണ്, തീവ്ര നിലപാടുകളിലാണ്, മുസ്ലിം കുടിയേറ്റത്തേക്ക് എതിർത്ത് കക്ഷിയാണത്. ഓൾട്ടർനേറ്റ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞ കക്ഷി. അപ്പോൾ ഫെബ്രുവരി 23 ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇപ്പോൾ ഒലാഫ് ഷോൾസിൻ്റെ മുന്നണി സർക്കാർ അവിടെ വീണു. ഒലാഫ് ഷോൾസിൻ്റെ മുന്നണി സർക്കാർ വീണ ശേഷമാണ് ഫെബ്രുവരി 23 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ സമയത്താണ് എലൺ മസ്കിൻ്റെ ഒരു ലേഖനം ജർമ്മനിയിലെ വലിയ പത്രത്തിൽ വന്നിരിക്കുന്നത്, അഭിപ്രായ പ്രകടനമായിട്ട്. അതായത് അവിടുത്തെ തീവ്ര വലതുപക്ഷ കക്ഷിയായ AfDയെ മുച്ചൂടും പിന്തുണയ്ക്കുന്നൊരു ലേഖനം. അപ്പോൾ യൂറോപ്യൻ ജനാധിപത്യത്തിൽ എലോൺ മസ്ക് ഇടപെടുന്നതായിട്ട് ഈ ഷോൾസിൻ്റെ പാർട്ടിയും മറ്റും ആരോപിക്കുന്നുണ്ട്. ഇന്നലെ ഒക്കെ ലേഖനം വന്നിട്ട് 2-3 ദിവസമായി. ആരോപണങ്ങൾ ഇന്നലെ മുതൽ വളരെ രൂക്ഷമാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ AfD അവർ അവിടുത്തെ സാമ്പത്തിക പരിഷ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ സാങ്കേതിക രംഗം മികവുറ്റതാക്കാൻ അവർ നിലകൊള്ളുന്നു. AfDക്ക് മാത്രമേ ജർമ്മനിയെ രക്ഷിക്കാനാകൂ എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ നിങ്ങളെല്ലാവരും AfDക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന പോലത്തെ ലേഖനമായിപ്പോയി. പിന്നെ പ്രതിപക്ഷ കക്ഷികൾ പറയുന്നത് പോലുള്ള, അല്ലെങ്കിൽ അവിടെ ഒലാഫിൻ്റെ പാർട്ടിയൊക്കെ പറയുന്നത് പോലുള്ള തീവ്രതയൊന്നും AfDക്കില്ല. അത് മര്യാദക്കുള്ളൊരു കക്ഷിയാണെന്നും എലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇക്കണോമിക് ഡീറെഗുലേഷൻ അല്ലേ, കുറച്ച് സാമ്പത്തിക രംഗം ഉദാരമാക്കൽ, നികുതി പരിഷ്കാരങ്ങൾ, പിന്നെ സാംസ്കാരിക സ്വത്വം ജർമ്മനിയുടെ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് എലോൺ മസ്ക്. സാംസ്കാരിക പൈതൃകം കാത്തുരക്ഷിക്കാൻ പറ്റിയ ആളുകളാണെന്ന്. ഇതാണ് ഈ എലോൺ മസ്കും ജോർജ് സോറോസും തമ്മിലുള്ള വ്യത്യാസം. ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ദേശീയത വന്നല്ലോ. അതെ, ജർമ്മൻ ദേശീയതയാണ് AfD കാത്തുരക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണല്ലോ നാഷണലിസം. നാഷണലിസം എന്ന് പറഞ്ഞൊരു പരിപാടി പാടില്ല എന്ന് പറയുന്നവരാണ് സോറോസും കൂട്ടരും. അങ്ങനത്തെ ഒരു സംഭവം പറ്റില്ല. അതുകൊണ്ടാണ് മോദിക്കെതിരായിട്ട് നിൽക്കുന്നത്. ഇന്ത്യൻ ദേശീയത പറ്റില്ല. ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു ദേശീയതയല്ലേ. അങ്ങനെ ജർമ്മൻ ദേശീയത വേണം എന്നാണ് എലോൺ മസ്ക് പറയുന്നത്. അപ്പോൾ വലതുപക്ഷ തീവ്ര പാർട്ടിയൊന്നുമല്ല AfD. പാർട്ടി നേതാവ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എലോൺ മസ്ക് ഈ AfDയുടെ നേതാവ് ആലീസ് വെയ്ഡൽ, അവർ ശ്രീലങ്കയിൽ വന്ന ഒരു സ്വവർഗ പങ്കാളിയുടെ കൂടെയാണ് ജീവിക്കുന്നത്. അത് തന്നെ അവർ തീവ്രവാദി അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിൽ തന്നെയുള്ള ഒരു വനിതാ പങ്കാളിയെ വെച്ചാൽ മതിയല്ലോ. ഇത് ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയ ഒരു സ്ത്രീയാണ് അവരുടെ പങ്കാളി, ആലീസ് വെയ്ഡലിൻ്റെ പങ്കാളി. അപ്പോൾ അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് ഒരു പങ്കാളിയെ, സ്വവർഗ പങ്കാളിയെ സ്വീകരിച്ചിരിക്കുന്ന ഇവർ, അതിൻ്റെ അർത്ഥം അവർ ഹിറ്റ്ലർ എന്നാണോ എന്ന് ഇയാൾ മസ്ക് ലേഖനത്തിൽ ചോദിച്ചിട്ടുണ്ട്. അവർ ഹിറ്റ്ലർ അല്ലല്ലോ, അവർ ആര്യന്മാരാണ്, മുൻതൂക്കമുള്ളവർ, മേധാവികൾ എന്നൊന്നും പറയുന്ന ആളല്ലല്ലോ. ജർമ്മൻകാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ വാദിക്കുന്നതല്ല. അപ്പോൾ ആണവോർജം വേണ്ടെന്ന് വെക്കുന്നത് ശരിയല്ല ജർമ്മനി. ഊർജത്തിൻ്റെ ഷോർട്ടേജ് ഇല്ലേ, ഇന്ധനം ഒക്കെ ദൗർലഭ്യം നേരിടും. അപ്പോൾ
അത് ജർമ്മനി ഈസ് ടു കംഫർട്ടബിൾ വിത്ത് മീഡിയോക്രിറ്റി. മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞാൽ ശരാശരിയിൽ താഴെയുള്ള നിലവാരം, അതുമായി സഹവാസത്തിലാണ് ജർമ്മനി. എന്ന് പറഞ്ഞാൽ മേന്മ, മെറിറ്റ്, അർഹത, യോഗ്യത ഇതൊന്നും ഇല്ലാതെ ശരാശരിയിൽ താഴെയുള്ള ബുദ്ധിയുള്ളവരും ഒക്കെ ആയിട്ട് സഹവസിച്ചുകൊണ്ടിരിക്കുകയാണ് ജർമ്മനി എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. ജർമ്മനി ഈസ് ടു കംഫർട്ടബിൾ വിത്ത് മീഡിയോക്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ, പ്രതിപക്ഷ കക്ഷി, അവരും, അതായത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള കക്ഷികൾ വിമർശിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പ്രതിപക്ഷത്തുള്ള കക്ഷിയാണ്. ഇത് ഇൻട്രൂസീവ്, വെറുതെ ഇടപെടുകയാണ് എലൺ മസ്ക് ജർമ്മൻ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷോൾസിൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പറഞ്ഞിട്ടുണ്ട് AfD ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ്, അതിന് മസ്ക് പ്രതിരോധിച്ചത് ശരിയായില്ല, ജർമ്മനിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുകയാണ്. ഈ ലേഖനം വന്നതിനെ തുടർന്ന് പത്രത്തിൻ്റെ അകത്ത് ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒപ്പീനിയൻ എഡിറ്റർ ഈവ മേരി കോഗൽ രാജിവെച്ചു. ഈ മസ്കിൻ്റെ ലേഖനം കൊടുക്കരുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചു. ഇനിയൊരു ചീഫ് എഡിറ്റർ വരാൻ പോകുന്നുണ്ട്, നിർദ്ദിഷ്ട ചീഫ് എഡിറ്റർ, ചാർജ് എടുക്കാൻ പോകുന്ന ആൾ ജാൻ ബുർഗാഡ്. അദ്ദേഹം ന്യായീകരിച്ചു മസ്ക് എഴുതിയതിനെ. കാരണം മുതലാളിയുടെ താല്പര്യപ്രകാരമായിരിക്കുമല്ലോ മസ്ക് എഴുതിയത്. അപ്പോൾ പിന്നെ വരാൻ പോകുന്ന ചീഫ് എഡിറ്റർ ന്യായീകരിച്ചാലല്ലേ അദ്ദേഹത്തിന് ചീഫ് എഡിറ്ററായിട്ട് ഇരിക്കാൻ പറ്റൂ. എന്തുകൊണ്ട് മസ്ക് ഇത് പറഞ്ഞു എന്നുള്ളതാണ്. ജർമ്മനിയിൽ വലിയ നിക്ഷേപമുള്ള ആളാണ് എലോൺ മസ്ക്, ബിസിനസ് നിക്ഷേപം. ടെസ്ലയുടെ ജിഗ ഫാക്ടറി എന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമായ ഫാക്ടറി ബ്രാൻഡൻബുർഗിൽ ഉണ്ട്. വലിയ ഫാക്ടറി അവിടെ ഉണ്ട്. ഇത് എന്തുകൊണ്ടാണ് എലോൺ മസ്ക് ഇപ്പോൾ ജർമ്മനിയെ പറ്റി, ജർമ്മനിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഇത് പറഞ്ഞത് എന്നുള്ളൊരു ചോദ്യം വരാം. അദ്ദേഹത്തിന് ജർമ്മനിയിൽ വലിയ നിക്ഷേപമുണ്ട്, ബിസിനസ് നിക്ഷേപം. ടെസ്ലയുടെ ജിഗ ഫാക്ടറി, വിസ്തൃതമായ ഫാക്ടറി ബ്രാൻഡൻബർഗിലുണ്ട്. അപ്പോൾ ഈ ഇടതുപക്ഷ കക്ഷികളോ ഷോൾസിൻ്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബിസിനസ്സിന് നല്ലതല്ല. അത് വാസ്തവമാണല്ലോ. എവിടെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടെങ്കിൽ ബിസിനസ്സിന് നല്ലതല്ല എന്ന് ആലപ്പുഴയുടെ അനുഭവം വെച്ച് തന്നെ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. 200-250 കയർ ഫാക്ടറികൾ ഉണ്ടായിരുന്നപ്പോഴാണ് പുനഃപ്രവയല സമരം വരുന്നത്. എല്ലാം പൂട്ടിപ്പോയി. അല്ലെങ്കിൽ കയറിൻ്റെ കുത്തക തന്നെ ഇല്ലാതായിപ്പോയി. അതെ, അത് തന്നെ. അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ, കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ പറഞ്ഞിരുന്നതാണല്ലോ, ഇതെല്ലാം പൂട്ടിപ്പോയി. പിന്നെ ആര് ഈ ബഹളവും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ആരെന്ത് കച്ചവടം. അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പറയുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്ക് കൂട്ടിക്കൂടെ? ഇദ്ദേഹത്തിന് ഡീപ്പ് സ്റ്റേറ്റ് ആണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ട്രംപിൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് ആണ് എലോൺ മസ്ക് എന്ന് ജോർജ് സോറോസിന് ആരോപിക്കാവുന്നതേ ഉള്ളൂ. ആരോപിക്കാം അല്ലേ? ആരോപിക്കാം. വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തുള്ള ദേശീയതയെ എലോൺ മസ്ക് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ സോറോസ് ആ ദേശീയതയെ അട്ടിമറിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ എലോൺ മസ്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കാനൊക്കെ ആലോചിച്ചിരുന്നതാണ്. അത് മോദിയൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഉടനെ അത് നടക്കില്ല എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ അദ്ദേഹത്തിന് മറ്റേ സ്റ്റാർ ലിങ്ക് പരിപാടികളൊക്കെ ഇല്ലേ, ഇതിലൊക്കെ വരണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. സാറ്റലൈറ്റ് ഫോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം. പക്ഷേ ഇന്ത്യയിൽ വന്നാലും ദേശീയതക്കെതിരോ മോദിയെ മറിച്ചിടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ലല്ലോ. അല്ല, അദ്ദേഹം കശ്മീർ തീവ്രവാദികളൊന്നും അനുകൂലിക്കാനും പോകുന്നില്ലല്ലോ. അവർക്ക് ആയുധം കൊടുക്കാനോ ബോംബ് കൊടുക്കാനോ ഒന്നും പോകുന്നില്ല. ജോർജ് സോറോസ് അങ്ങനെയല്ല. അയാൾക്ക് ഈ മറ്റേ ഭരണം അട്ടിമറിക്കുന്ന സ്വഭാവം കൂടിയൊക്കെ ഉണ്ട്. അവരെ സാമ്പത്തികമായൊക്കെ തളർത്തിയിട്ട് അല്ലേ, ആ ദേശീയതയിലാണ് അവർക്ക് താല്പര്യമെങ്കിൽ അത് ഇല്ലാതാക്കാനങ്ങ് ശ്രമിക്കും. അതെ. മസ്ക് എങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലതുപക്ഷമാണെങ്കിൽ അതാണ് ബിസിനസ്സിന് നല്ലത് എന്നാണ് കരുതുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പിടിയിലേക്ക് പോകാൻ പാടില്ല. മറ്റേ മാക്രോൺ ഫ്രാൻസിലെ മറ്റേ തീവ്ര വലതുപക്ഷത്തിന്
ഈ ഹമാസിന്റെ ആക്രമണം ഒക്ടോബർ 7 നടന്നല്ലോ. അതെ. അതിനുശേഷമാണ് യൂറോപ്പിലുമൊക്കെ തിരിച്ചടി, ആ, ഈ ഇസ്ലാമിക കുടിയേറ്റത്തിനെതിരെയൊക്കെ തിരിഞ്ഞു തുടങ്ങിയത്. അങ്ങനെയാണ് ഈ വലതുപക്ഷ കക്ഷികൾക്ക് കുറച്ചുകൂടിയൊക്കെ വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിയത്. അപ്പോൾ ഫ്രാൻസിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇടതുപക്ഷവുമായിട്ട് വീണ്ടും മാക്രോൺ കൂടുക ചെയ്തത്. അല്ലെങ്കിൽ വലതുപക്ഷ കക്ഷികൾ അവിടെ അധികാരത്തിലൊക്കെ വന്നേനെ, പ്രധാനമന്ത്രി പദത്തിലേക്കൊക്കെ വന്നേനെ. എന്നാലും ഫ്രാൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ, ഭൂരിപക്ഷം ഇല്ലാത്ത പരിപാടി ആയതുകൊണ്ട്. അപ്പോൾ യൂറോപ്പിൽ അങ്ങനെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ വേണം ജർമ്മനി എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഒരു എന്താ പറയുക, ഇസ്ലാം മുക്തമായ ജർമ്മനി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് വേണം കരുതാൻ. അതിൽ അദ്ദേഹത്തിന് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടപ്പിറപ്പാണ് ടെററിസം, ഭീകരത. അപ്പം അതുകൊണ്ട് കച്ചവടത്തിന് ഇതൊന്നും പറ്റില്ല. കച്ചവടത്തിന് ഇതൊന്നും പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ ഗൾഫ് രാജ്യങ്ങൾ ഈ ടെററിസത്തിന് പ്രോത്സാഹിപ്പിക്കാത്തത്. അവിടെ പോയി ഹമാസിനൊന്നും കഴിയാൻ പറ്റില്ലല്ലോ, അവർക്കൊന്നും ആരെയും വേണ്ടതാനും. ഹമാസ് പലസ്തീൻ വിട്ടുപോയാലും ഗൾഫ് രാജ്യങ്ങൾ കയറ്റില്ലല്ലോ. ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.